ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ക്ലാസ് 12 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ വെരിഫൈ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ ആണിത്. വെരിഫൈ ദാറ്റ് y ഈക്വൽ ടു e raised to x plus 1 is a solution of the differential equation y2 dash minus y dash equal to 0. അതായത് y2 dash minus y dash equal to 0 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ഈ y ഈക്വൽ ടു e raised to x plus 1 എന്ന് തന്നിട്ടുള്ളത് നമുക്ക് വെരിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മളതിൽ സ്റ്റെപ്സ് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? നമുക്ക് തന്നിട്ടുള്ള സാധനത്തെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് നമ്മളതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇവിടെ ഫസ്റ്റ് ഡെറിവേറ്റീവും ഉണ്ട്, സെക്കൻഡ് ഡെറിവേറ്റീവും ഉണ്ട്. അപ്പോൾ തന്നിട്ടുള്ള വൈനെ രണ്ട് പ്രാവശ്യവും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ y is equal to e raised to x plus 1. അപ്പോൾ നമുക്കിവിടെ dy/dx എന്ന ഫോമിലല്ല തന്നിരിക്കുന്നത്, y ഡാഷും y2 ഡാഷും ആണ്. അപ്പോൾ നമ്മൾ അതനുസരിച്ച് തന്നെ എഴുതുക. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ y ഡാഷ് ഈക്വൽ ടു e raised to x-ൻ്റെ ഡെറിവേറ്റീവ് എന്ത് തന്നെയാണ്? e raised to x. 1ൻ്റെ ഡെറിവേറ്റീവ് 0 ആണ്. അപ്പോൾ അങ്ങനെ തന്നെ എഴുതിയാൽ മതി. ഇനി എന്താ, ഒരു വട്ടം കൂടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ? y2 ഡാഷും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ y2 ഡാഷ് ഇസ് ഈക്വൽ ടു e raised to x-ൻ്റെ ഡെറിവേറ്റീവ് e raised to x തന്നെ. അപ്പോൾ y ഡാഷ് നമുക്ക് കിട്ടി, y2 ഡാഷും കിട്ടി. ഇനി നമുക്ക് ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ y2 ഡാഷ് മൈനസ് വൈ ഡാഷ് ഈക്വൽ ടു 0. നമുക്കിവിടെ വൈ ഡാഷും y2 ഡാഷും കിട്ടിയിരിക്കുന്നത് എന്താണ്? e raised to x ആണ്. അത് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ e raised to x മൈനസ് e raised to x ഈക്വൽ ടു എന്ത് തന്നെ കിട്ടി? 0 എന്ന് തന്നെ കിട്ടി. അപ്പോൾ നമ്മളത് വെരിഫൈ ചെയ്തു. ഏത് y ഈക്വൽ ടു e raised to x plus 1 എന്ന് പറയുന്നത് ഇതിൻ്റെ സൊല്യൂഷൻ ആണ് എന്നുള്ളത് നമ്മൾ വെരിഫൈ ചെയ്തു. ഓക്കെ അല്ലേ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളുടെ അടുത്ത പ്രോബ്ലം ആണിത്. Verify that the function x plus y equal to tan inverse y is a solution of the differential equation y square into y dash plus y square plus 1 is equal to 0. അപ്പോൾ x plus y equal to tan inverse y എന്ന് പറയുന്നത് നമുക്ക് ഈ തന്നിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ ഒന്ന് ആദ്യം നമുക്ക് എടുത്തെഴുതാം. അപ്പോൾ എന്താണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു tan inverse y. ഓക്കെ, ഇതിനെ ഞാൻ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ ത്രൂ ഔട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുവാണ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 1 പ്ലസ് വൈയുടെ ഡെറിവേറ്റീവ് വൈ ഡാഷ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് എന്താ? ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 1/1 പ്ലസ് എക്സ് സ്ക്വയർ. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് വൈ വന്നതേ ഉള്ളൂ. അപ്പോൾ ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് 1/1 പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു എന്തിൻ്റെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം? അക്കോർഡിംഗ് ടു ചെയിൻ റൂൾ വൈയുടെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം, വൈ ഡാഷ്. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്ന 1 പ്ലസ് വൈ സ്ക്വയർ എന്ന് പറയുന്ന സാധനത്തെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ എന്ത് വരും? 1 പ്ലസ് വൈ ഡാഷ് ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു വൈ ഡാഷ് എന്ന് വന്നു. ഓക്കെ, നമുക്ക് ഈ ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ആദ്യം 1 കൊണ്ട് ഈ ബ്രാക്കറ്റിലുള്ള രണ്ട് ടേംസിനെ നമുക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 1 ഇൻറ്റു 1 1 പ്ലസ് 1 ഇൻറ്റു വൈ സ്ക്വയർ പ്ലസ് 1 കൊണ്ട് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ അത് കഴിഞ്ഞു. ഇനി വൈ ഡാഷ് കൊണ്ട് ഇതിനെ രണ്ടിനെയും മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ വൈ ഡാഷ് ഇൻറ്റു 1 വൈ ഡാഷ് പ്ലസ് വൈ ഡാഷ് ഇൻറ്റു വൈ സ്ക്വയർ ഈക്വൽ ടു വൈ ഡാഷ്. ഓക്കെ, ഇവിടെ ഈക്വലിന് അപ്പുറം ഇപ്പുറമുള്ള വൈ ഡാഷിനെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാലോ. അപ്പോൾ ബാക്കി എന്തായിരിക്കും ഉണ്ടാവുക? അതിനൊന്ന് അറേഞ്ച് ചെയ്തും കൂടെ എഴുതിയേക്കാം അല്ലേ? ബാക്കിയുള്ളത് 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്നാണ് നമുക്ക് വന്നത് അല്ലേ? 1 പ്ലസ് വൈ സ്ക്വയർ പ്ലസ് വൈ ഡാഷ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് വന്നു. ഇത് നമുക്ക് ഓൾറെഡി ആൻസർ കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് പോലെ ഇതിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മാത്രം മതി. അപ്പോൾ എന്താണ്? വൈ സ്ക്വയർ വൈ ഡാഷ് പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0. കണ്ടോ? അപ്പോൾ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാൻ പറ്റി? എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് എന്തായിരുന്നു? നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഇക്വേഷൻ നമ്പർ 1 ഇസ് ദ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിന്ന് രണ്ട് പ്രോബ്ലംസ് ആണ് ചെയ്തത്. ഇതോടുകൂടി നമ്മുടെ സൊല്യൂഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടുപിടിക്കുന്ന രീതി ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്ത നമ്മൾ ഫോർമേഷൻ ഓഫ് എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും അടുത്ത വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്